മനസ്സിൽ തങ്ങുന്ന ദൃശ്യശ്രവ്യ അനുഭവമായി ഖസാക്കിന്റെ ഇതിഹാസം നാടകത്തെ മാറ്റുന്നത് നാടകത്തിന് അരങ്ങൊരുക്കുന്നതിൽ സംവിധായകൻ തീർക്കുന്ന മാന്ത്രികത കൂടിയാണ്. എണ്ണൂറോളം കാണികൾക്ക് നടുവിലാണ് അരങ്ങ്. അഭിനേതാക്കളും കാണികളും ഒരുമിക്കുന്ന മണ്ണിന്റെ മണവും മഴയുടെ തണുപ്പും നിറയുന്ന നാടകവേദിയാണ് തേവരയിൽ തയ്യാറാകുന്നത്. മൈമുനിയും രവിമാഷും, അപ്പുക്കിളിയും മൊല്ലാക്കിയും, നൈസാമലിയും കുഞ്ഞാമിനിയും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചിയിലെ നാടകാസ്വാദകർക്ക് മുന്നിലേക്ക് ഖസാക്കിന്റെ ഇതിഹാസം നാടകം എത്തുന്നത്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നമ്മൾ ഒരു ഇടമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ വലിയ ഒരു സ്ഥലമാണ്. കുന്ന്, മലകൾ, പുഴ, തോട്, പാടം, കരിമ്പനകൾ, പള്ളി, കുളം, എങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഇതൊന്നും ഈ നാടകത്തിനകത്താക്കിയിട്ടില്ല. വളരെ ഒരു 38 അടി നീളവും 35 അടി വീതിയുമുള്ള സാധാരണ ഒരു കളിമുറ്റം, തെയ്യം എന്നൊക്കെ നടക്കുന്ന തെയ്യത്തറ എന്നൊക്കെ പറയുന്ന ഒരു ഇടമാണത്. അവിടെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഓരോ ഖസാക്കിൻ്റെ ഇടവും മാറി മറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള ഈ പറയുന്ന ഒരു ഇടത്തിലാണ്. ആധുനിക സാങ്കേതിക വിദ്യയും നാടകവേദിയിലേക്ക് ചേർത്തുവെച്ചാണ് പാലക്കാടൻ ഗ്രാമമായ തസ്രാക്കിനെ കൊച്ചിയിലേക്ക് ദീപൻ ശിവരാമൻ പുനഃസൃഷ്ടിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:30-ക്കാണ് നാടകത്തിന്റെ ആദ്യ പ്രദർശനം നടക്കുക. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.